ഹലോ ഗൈസ്, ഇറ്റ്സ് മക്കു മക്കി. അപ്പോൾ ആരാധകർ ആവേശത്തോടു കൂടി കാത്തിരുന്ന വിജയുടെ പടം കൂട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ട്രെയിലർ റിലീസായിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഒരു സോങ്ങും പിന്നെ അതേപോലെ തന്നെ ടീസറൊക്കെ ഇറങ്ങിയപ്പോൾ വിജയിൻ്റെ ഒരു ലുക്ക് കണ്ടിട്ട് പല നെഗറ്റീവ് ട്രോളുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ യുവൻ ശങ്കർ രാജൻ്റെ മ്യൂസിക് മോശമാകുന്ന രീതിയിൽ ആ സോങ്ങും ഡാൻസൊക്കെ വളരെ ഫുൾ ട്രോൾ മഴയായിരുന്നു. അപ്പോൾ എന്തായാലും ജനങ്ങൾ വിജയ് ആരാധകർ ആവേശത്തോടു കൂടി കാത്തിരുന്ന ഗോട്ടിൻ്റെ ട്രെയിലർ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓ guys, this is a new assignment. உங்களை லீட் பண்ண போகிறது ஒரு புது லீடர். 68 international successful operation. Hostage negotiator. ഫുള്ള് ഫോറിൻ കൺട്രീസിലാണ് തോന്നുന്നുണ്ട് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ. In short, he is the goat of SATS. ആ സോങ്ങിലെ ലുക്കൊക്കെ കാണിക്കുന്നുണ്ട്. ലൈലൊക്കെ ഉണ്ട്, ലൈലി സ്നേഹൊക്കെ ഉണ്ടല്ലേ. പ്രഭുദേവ പിന്നെ മറ്റാള് പ്രശാന്ത് ഉണ്ട്. ഓ നമ്മളെ സ്വന്തം മലയാളത്തിന്റെ സ്വന്തം ജയറാമേട്ടൻ. ഓ നൈസ് സാധനമായിട്ടുണ്ട്. ആ ഡബിൾ റോഡ് ഫൈറ്റ് സീക്വൻസ് വിജയിൻ്റെ കാണാൻ ഭയങ്കര രസാട്ടോ. இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்துருக்கேன். ஆனால் ஃபார் த ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்குறேன். சென்னையில் ஏதோ ஒரு இடத்துல பாம்பு வைக்க போகிறாங்க. பிரச்சனையை விட்டு நீங்க ரெண்டு பேரும் சண்டை போட்டுட்டு இருக்கீங்க. വിജയിൻ്റെ ചെറുപ്പകാലം കാണിക്കില്ല കേട്ടോ. അത് നന്നായിട്ടുള്ള സാധനം. ഈ തിയേറ്ററിൽ എത്രത്തോളം ഓളം ഉണ്ടാക്കുന്നത് അറിയില്ല. അച്ഛനത് നല്ല പണിയാണ്. ഡബിൾ റോളായിട്ടാണ് വിജയ് ചെയ്തിട്ടുള്ളത്. எவ்வளோ வயசான என்னையா, a lion is always a lion. You think you can stop me? You think you can stop me? No one can stop me. மருதமலை மாமணியே முருகையா, ഈ വിജയ്ക്ക് ഇങ്ങനത്തെ ഒരു ലാസ്റ്റ് ഒരു ഗൂസ് ബമ്പ് കൊടുക്കും. ചെറുങ്ങനെ ആരാധകരെ ഒരു വേറെ ലെവലിലേക്ക് എത്തിക്കാൻ. എന്തായാലും ഓവറോൾ മറ്റേ സോങ്ങിൻ്റെയും അതുപോലെ ടീസറിൻ്റെയും ക്ഷീണം ട്രെയിലർ മാറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു സെഷൻ. ഇനിയിപ്പോൾ സെപ്റ്റംബർ 5 പടം റിലീസ്. നോക്കാം എന്താണെന്നുള്ളത്. പക്ഷേ മ്യൂസിക് എനിക്ക് അത്രത്തോളം അങ്ങോട്ട് എഫക്റ്റ് ആയില്ല. കാരണം നമ്മൾ വിജയിൻ്റെ പടങ്ങളൊക്കെ പൊതുവേ അതിൻ്റെ ഇത് ചെയ്ത് കണ്ട് എന്തായാലും ആ ഒരു ഇതിൽ ഒറ്റ പാട്ട് എന്തായാലും ക്ലിക്കാവലുണ്ട് സിനിമയിൽ. പിന്നെ വെങ്കട് പ്രഭുവിൻ്റെ പടമാണ്. വെങ്കട് പ്രഭുവിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാണെന്ന് വെച്ചാൽ മാനാട ചിമ്മുവിൻ്റെ ആ സിനിമ. എന്താ വെച്ചാൽ എനിക്ക് അത്രയൊരു വേറെ ലെവൽ പടം കേട്ടോ. പിന്നെ അതിൻ്റെ മുന്നേ കുറേ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. പിന്നെ കസ്റ്റഡിയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രതീക്ഷ എന്താ വെച്ചാൽ ഈ ക്യാപ്റ്റൻ മില്ലറിൻ്റെ ക്യാമറമാനാണ് സിദ്ധാർത്ഥ് നൂനി എന്നാണ് തോന്നുന്നു പേര്. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട്. ആ സീക്വൻസ് ഹാഫ് ടൈമിലെ സീക്വൻസും ഇതൊക്കെ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫി സിദ്ധാർത്ഥ് നൂനി. അപ്പോൾ എന്തായാലും സെപ്റ്റംബർ 5 പടം റിലീസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താകും ആകൂല എന്നുള്ളത്.